Hi friends, welcome back to our channel Priya7. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരു കുട്ടി DIY വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ കിട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുട്ടി മാസ്ക് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മാസ്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ മുടിയുടെ ഹെൽത്തിനാണ്. മുടിയുടെ ഹെൽത്ത് നല്ലതാകുകയാണെങ്കിൽ പുറകെ തന്നെ വളരെ സിമ്പിളായിട്ട് മുടിക്ക് നല്ല രീതിയിൽ കട്ടിയും അതുപോലെ തന്നെ നീളവും സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ സ്മൂത്ത്നെസ്സും ഒക്കെ വന്നു ചേരുന്നതായിരിക്കും. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എപ്പോഴും കൊടുക്കേണ്ടത് ഹെൽത്തിനായിരിക്കണം. അത് മുടിയുടെ കാര്യമാണെങ്കിലും സ്കിന്നിന്റെ കാര്യമാണെങ്കിലും നമ്മുടെ ബോഡിയുടെ കാര്യമാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയി വളരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുട്ടി മാസ്ക് വേഗത്തിൽ കണ്ടിട്ട് വരാം. ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാപ്പിപ്പൊടിയാണ്. ഞാൻ ഇത് സാധാ കാപ്പിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി എടുക്കുന്നതിനേക്കാൾ നല്ല ഇതായിരിക്കും. അതുപോലെ തന്നെ ഈ മസാലക്കൂട്ടൊക്കെയുള്ള കാപ്പിപ്പൊടി എടുക്കരുത്. ഈ കോഫി ബീൻസ് ഉണ്ടല്ലോ, അതെടുക്കുകയാണെങ്കിലും വളരെ നല്ലതായിരിക്കും. ഞാൻ കാപ്പിപ്പൊടി 2 സ്പൂണ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഏതെണ്ണയാണോ തലയിൽ തേക്കാൻ യൂസ് ചെയ്യുന്ന ആ എണ്ണ ചേർത്ത് കൊടുക്കാം. അത് ഞാൻ 1 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം വേണമെങ്കിൽ ബദാം ഓയിൽ അതുപോലെ തന്നെ ഒലിവ് ഓയിലും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് വേണ്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയാണ്. ഒരു മുട്ട കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ കാപ്പിപ്പൊടി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിട്ടുള്ള സാധനമാണ്. നമ്മൾ സാധാരണയായിട്ട് സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പാക്കുകളും മാസ്കുകളും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഈ കാപ്പിപ്പൊടി യൂസ് ചെയ്യാറുണ്ട്. നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ്നസ് തരുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് മുടിക്ക് വളരെ നല്ല ഹെൽത്തി ആക്കി വളരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാപ്പിപ്പൊടി എന്ന് പറയുന്നത്. അമ്ല സ്വഭാവമുള്ള ഒന്നാണ് ഈ കാപ്പിപ്പൊടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്ന വഴി നമ്മുടെ തലമുടിയുടെയും തലയോട്ടിയുടെയും ഒക്കെ pH നല്ല രീതിയിൽ തന്നെ നിലനിർത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും മറ്റ് രാസവസ്തുക്കളും ഒക്കെ നമ്മുടെ മുടിയുടെയും തലയോട്ടിയുടെയും ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. നല്ല രീതിയിൽ തന്നെ നല്ല ഹെൽത്തിയാക്കി സ്കാൽപ്പിനെയും അതുപോലെ തന്നെ മുടിയെയും നിലനിർത്തുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ കാപ്പിപ്പൊടി എന്ന് പറയുന്നത്. ഇപ്പം നന്നായിട്ട് ഈ മാസ്ക് ഒന്ന് മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മളിത് മിക്സാക്കാൻ എടുത്തിട്ടുള്ള മുട്ടയാണ്. അപ്പം ചിലർക്ക് വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ മുട്ട കഴിക്കുമ്പോൾ അറപ്പുള്ളവരും ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഈ മുട്ടയ്ക്ക് പകരം വേണമെങ്കിൽ തൈര് യൂസ് ചെയ്യാവുന്നതാണ്. ഇന്ന് ഈ മിക്സ് ഒന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തലയിൽ എണ്ണ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഈ ഒരു മാസ്കിൽ നമ്മൾ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാപ്പിപ്പൊടി വെള്ളത്തിലിട്ട് തിളപ്പിച്ചൊന്ന് പറ്റിച്ചതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കി സ്കാൽപ്പിലും മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. മുടിയുടെയും സ്കാൽപ്പിൻ്റെയും ഹെൽത്തിന് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. എന്നാൽ കാപ്പിപ്പൊടിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം മുടിക്ക് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ മാസത്തിൽ 2 പ്രാവശ്യം മാത്രമേ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുന്നതിന് ഈ ഒരു മാസ്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുടിക്ക് ഒരു വിധത്തിലുള്ള കേടുപാടുകൾ വരുത്താതെ തന്നെ നല്ല രീതിയിൽ മുടി തിളക്കം നൽകുന്നതിനും സോഫ്റ്റ്നെസ് നൽകുന്നതിനും ഈ മാസ്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തലമുടിക്ക് നല്ല കറുപ്പ് നിറം നൽകുന്നതിനും ഈ ഒരു മാസ്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു മാസ്ക് നമ്മുടെ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ മുടി വേഗത്തിൽ കിളിർത്ത് വരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് നൽകുന്നതിന് നല്ല ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്തൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടിയെ സോഫ്റ്റ് ആകുകയും നല്ല തിളക്കം നൽകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സ്കാൽപ്പിനെ നല്ല രീതിയിൽ തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നുണ്ട്. താരനൊക്കെ ഉള്ള പ്രശ്നങ്ങളുള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു മാസ്ക്. നല്ല രീതിയിൽ തന്നെ താരനൊക്കെ റിമൂവ് ആക്കുന്നതിനും കൂടെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ 1 മുട്ട അതുപോലെ തന്നെ 2 സ്പൂൺ കാപ്പിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ, മുടിയിൽ അപ്ലൈ ചെയ്യാനില്ല. അപ്പം മുടിയിലും കൂടെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. 2 മുട്ടയും അതുപോലെ തന്നെ 3 സ്പൂണ് കാപ്പിപ്പൊടിയും 2 സ്പൂണ് എണ്ണയും യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു മാസ്കിന്. ഇപ്പം ഞാൻ എടുത്ത ക്വാണ്ടിറ്റി കുറഞ്ഞു പോയത് കൊണ്ട് എനിക്ക് സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഈ ഒരു മാസ്ക് എന്ന് പറയുന്നത് സ്കാൽപ്പിൽ മാത്രമല്ല നമ്മുടെ മുടിയുടെ അറ്റം വരെ തേച്ച് കൊടുക്കേണ്ടതാണ്. നമ്മുടെ മുടിക്ക് നല്ല രീതിയിലുള്ള തിളക്കവും അതുപോലെ തന്നെ ഷൈനിങ്ങും ഒക്കെ കിട്ടുന്നതിന് ഈ ഒരു മാസ്ക് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇങ്ങനെ എടുക്കുന്നവർ എൻ്റെ ഈ ഒരു രീതിയിലുള്ള മുടിയുള്ളവരാണെങ്കിൽ 2 മുട്ടയും 3 സ്പൂണ് കാപ്പിപ്പൊടി എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടിയിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. മുടി കുറവുള്ളവരാണെങ്കിൽ 1 മുട്ടയും ഇതുപോലെ തന്നെ 2 സ്പൂണ് കാപ്പിപ്പൊടി എടുത്താൽ മതി.
അകാലനര പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കും ഈ ഒരു മാസ്ക് വളരെ നല്ലതായിരിക്കും. ഈ ഒരു മാസ്കിൽ ഇപ്പോൾ കാപ്പിപ്പൊടിയും മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ തലയ്ക്ക് ആ ഒരു സ്മെല്ലായിരിക്കും. അതുകൊണ്ട് മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്ത് മുടി വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ മാസ്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുടി ഒന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊരു മസാജും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ തലയിൽ ഇങ്ങനെ വെച്ചേക്കാം. അതിനുശേഷം നോർമലായിട്ട് വാഷ് ചെയ്യണമെങ്കിൽ നോർമലായിട്ട് വാഷ് ചെയ്യാം. അതല്ല എങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും വാഷ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കുട്ടി മാസ്കാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ കിട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന സിമ്പിൾ മാസ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ പ്രിയ. ടാറ്റാ.